നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു തലക്കെട്ട് എങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കാം എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് അവർ ഫാമിലീസ് ഹോളി. വീടുകളുടെ വീണ്ടെടുപ്പ് എന്ന് നമുക്ക് ഇതിന് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ സമൂഹത്തിന് പുറത്തുനിന്ന് നമ്മെ ഏറെ നോക്കി കാണുകയും പ്രതീക്ഷയോടെ നമ്മെ ഉറ്റുനോക്കുകയും ചെയ്തിരുന്ന ഒരു സന്യാസി വര്യൻ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം രേഖപ്പെടുത്തി. ഒരു കാലത്ത് ക്രിസ്തീയതയുടെ അത്യുദാത്തമായ മാതൃക ഭാരതീയരായ ക്രിസ്ത്യാനികൾ ആയിരുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലുള്ള ഓരോ ക്രിസ്തീയ ഭവനങ്ങളും ദൈവരാജ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ദൈവാലയങ്ങൾ ആയിരുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, എന്നാൽ ഇന്ന് പണത്തെ വിതച്ച് പണം കൊയ്യുന്ന ജീവിത മാതൃക വന്നതോടെ ക്രിസ്തീയ കുടുംബങ്ങളുടെ ഹൃദയസ്ഥാനത്തിരിക്കുന്ന സ്നേഹവും അഹിംസയും നല്ല ശമരിയക്കാരൻ്റെ കഥയുമൊക്കെ പുതിയ ജനത, ക്രൈസ്തവ സമൂഹം പാടെ മറന്നുപോയിരിക്കുന്നു എന്നാണ്. പുറമേ നിന്ന് കാണുന്ന ചന്തമൊക്കെ നമ്മുടെ വീടുകൾക്കുള്ളൂ എന്നാണ് അദ്ദേഹം തുടർന്ന് വിലപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനം അർഹിക്കുന്നതുമായ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാനാണ് ദൈവവചനത്തിലൂടെ ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 41 through 52. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് പോന്നു. എങ്ങനെ
നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കാം? ഹൗ ടു മേക്ക് അവർ ഫാമിലീസ് ഹോളി. അതിനായി ഒരു മാതൃകാ കുടുംബമായി നസ്രത്തിലെ കുടുംബത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമുക്കൊരു മാതൃക ആവശ്യമാണ്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പ് അപ്രകാരം ചെയ്ത ആളുകളോട് നമ്മൾ തിരക്കാറുണ്ട്, ഇതിൻ്റെ എന്തെങ്കിലും മോഡൽ, മാതൃക ലഭ്യമാണോ എന്ന്. എങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കാം എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, വിശുദ്ധമായ ഒരു കുടുംബം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച നസ്രത്തിലെ തിരുക്കുടുംബത്തെ മാതൃകയാക്കുവാൻ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു കുടുംബവും തകർന്നു പോകാവുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്നാണ് നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബം എന്ന ലെവലിലേക്ക്, നിലയിലേക്ക് വളർന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. സ്വപ്നത്തിൽ പോലും ദൈവത്തെ സൂക്ഷിക്കുന്ന ഒരപ്പൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ അതെത്ര കാഠിന്യമേറിയതാണെങ്കിലും അതിന് ആമേൻ പറഞ്ഞ ഒരമ്മ, അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ രക്ഷകൻ്റെ ജനനമായി എന്ന് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. അവർക്ക് രണ്ടുപേർക്കും ജനിച്ച മകൻ ദൈവകൃപയിലും മനുഷ്യരുടെ കൃപയിലും മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വരുന്ന ഒരു മകനായി തീരുന്നുവെന്നും നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബത്തെ വിശുദ്ധ കുടുംബം, ഹോളി ഫാമിലി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുടുംബം വിശുദ്ധ കുടുംബമായി തീർന്നത്? ഒന്നാമതായി ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, we call them holy family because their life was centered around Jesus. യേശു കർത്താവിനെ ചുറ്റിയുള്ള ഒരു ജീവിതം, യേശുവിൻ്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയുള്ള ഒരു കുടുംബമായതുകൊണ്ട് ഈ കുടുംബം വിശുദ്ധ കുടുംബമായി തീർന്നു. ജീസസ് വാസ് ദ സെന്റർ ഓഫ് their life, their family. All their activities, all their decisions would be based on Jesus. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ തീരുമാനങ്ങളും യേശുവിനെ ചുറ്റിയുള്ളതായിരുന്നത് കൊണ്ട്, യേശുവിനെ കേന്ദ്രമാക്കിയുള്ളതായതുകൊണ്ട് അവർ വിശുദ്ധ കുടുംബമായി. രണ്ടാമതായി നമ്മൾക്ക് ഈ കുടുംബത്തെ വിശുദ്ധ കുടുംബമായി കാണാൻ സാധിക്കുന്നത്, മേരി ആൻഡ് ജോസഫ് always had the deepest desire to do God's will in their lives. മറിയയ്ക്കും ജോസഫിനും എല്ലായ്പ്പോഴും അദമ്യമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണത്? ദൈവ ഇഷ്ടം ചെയ്യണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അതായിരുന്നു ഈ അപ്പൻ്റെയും അമ്മയുടെയും പരമപ്രധാനമായ ഇഷ്ടം. മറിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഒരു അശനിപാതം പോലെ, ഒരു ഇടിവെട്ടു പോലെ ഒരു വാർത്തയാണ് മറിയ കേട്ടത്. എന്ത്? നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണ്. സാധാരണ ഒരു പെൺകുട്ടിക്കും താങ്ങാൻ കഴിയുന്ന ഒരു വാർത്തയല്ല അവൾ കേട്ടത്. എന്നാൽ അവളുടെ മറുപടി എന്താണ്? പ്രതികരണം എന്താണ്? ബിഹോൾഡ്, ഐ ആം ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അന്നു മുതൽ, ആ നിമിഷം മുതൽ മറിയയുടെ ജീവിതം ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതായി തീർന്നു. ഇനി ജോസഫിൻ്റെ കാര്യം നമുക്ക് എടുക്കാം.
ജോസഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രാരംഭമായി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ജോസഫ് തീരുമാനിക്കുകയാണ്, പൊല്ലാപ്പിനൊന്നും പോകണ്ട, ഇവളെ അങ്ങ് രഹസ്യമായി ഉപേക്ഷിക്കാം. എന്നാൽ ദൈവദൂതന്റെ അറിയിപ്പ് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് അവൻ മാറ്റി. He changed his mind and accepted Mary as his wife. And from then onwards, Joseph also had the same desire to do the will of God. ദൈവദൂതൻ പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. ആ നിമിഷം മുതൽ ജോസഫ് ബാക്കിയെല്ലാം മാറ്റിവെച്ചു. അതിനു മുൻപുള്ള തീരുമാനങ്ങളോടെല്ലാം നോ പറഞ്ഞു. എന്നിട്ട് ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഒരു ഭവനം ദൈവഭവനമായി അല്ലെങ്കിൽ വിശുദ്ധിയുള്ള ഭവനമായി തീരണമെങ്കിൽ യേശു കർത്താവ് കുടുംബത്തിൻ്റെ സിരാകേന്ദ്രമായി മാറണം. രണ്ടാമതായിട്ട് ആ കുടുംബത്തിലുള്ളവരുടെ ആഗ്രഹം ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിട്ട് മാറണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയം, ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ധ്യാനം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ഇത് നമ്മുടെയും ധ്യാന വിഷയം ആക്കണം. In order to make our families holy, these are two areas that we also need to pay attention. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുള്ളതാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഈസ് ജീസസ് ദ സെന്റർ ഓഫ് അവർ ഫാമിലി ഓർ അവർ പേഴ്സണൽ ലൈഫ്? യേശുവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം? In our problems, in our difficulties, in our challenges, do we go to Jesus? നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ do we really go to Jesus? ശരിക്കും നമ്മൾ യേശുവിൻ്റെ അടുക്കലാണോ പോകുന്നത്? വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇപ്രകാരമുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സഖ്യൂസ്. സഖായിയുടെ ഉദാഹരണം നമുക്ക് ഒന്ന് നോക്കാം. അവൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും അവന് സ്വസ്ഥതയില്ല, അവന് സമാധാനമില്ല. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ആരെ കാണണം? യേശുവിനെ കാണണം. അതിനവൻ ബന്ധപ്പെട്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ വലിഞ്ഞു കയറുന്നതായി നമ്മൾ കാണുകയാണ്. അടുത്ത ഒരു ഉദാഹരണം മാർത്തയും മറിയയുമാണ്. When their brother was sick, they went to Jesus. അവരുടെ ഏക സഹോദരൻ രോഗിയായപ്പോൾ അവർ ആളെ പറഞ്ഞയച്ചു, നിനക്ക് പ്രിയമായ ഞങ്ങളുടെ സഹോദരൻ ദീനമായി കിടക്കുന്നു. പത്രോസിൻ്റെ അമ്മാവിയമ്മ പനിയായി കിടന്നപ്പോൾ he invited Jesus to his home. ഇങ്ങനെ മുൻപോട്ട് പോയാൽ നമുക്ക് ഒരുപാട് കുടുംബങ്ങളെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ പ്രതികൂലങ്ങളിൽ അവർ എങ്ങോട്ട് പോയി? യേശുവിൻ്റെ അടുക്കലേക്ക് പോയി എന്നാണ് പറയുന്നത്. Now let us look at our family. നമുക്ക് ഇനിയും നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കാം. Are you a person or is your family centered around the person of Jesus? നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതം യേശുവിൽ കേന്ദ്രീകൃതമാണോ? ഒരുപക്ഷെ നമ്മൾ ഒരാഴ്ച പോലും മുടക്കാതെ
ഇവിടെയുള്ള പ്രാർത്ഥനകളിൽ വരുന്നവരായിരിക്കും, മറ്റു പല പ്രാർത്ഥനകളിലും സംബന്ധിക്കുന്നവരായിരിക്കും. ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതം ക്രിസ്തുവിനാൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണോ എന്നുള്ളതാണ്. ഇത് മൊബൈലുകളുടെ കാലമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അതിൻ്റെ അഡിക്ഷനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു, നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചൊക്കെ. നമ്മൾ വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ ഒരു കടയിൽ നിന്ന് വാങ്ങി എന്ന് വിചാരിക്കുക. അത് കൊണ്ടുവന്നെല്ലാം സെറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൊബൈൽ ഫോണിന് അല്പം പ്രശ്നം. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇത് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഉടനെ ഈ മൊബൈലുമായി എവിടെ പോകും? അത് വാങ്ങിയ കടയിൽ പോകും. അവിടെ ചെന്നിട്ട് പറയും, വി ബോട്ട് ഇറ്റ് ഫ്രം ഹിയർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് വെൽ നൗ. ഇവിടുന്ന് മേടിച്ചതാണ്, പക്ഷെ ഇതിപ്പോൾ ഭംഗിയായി പ്രവർത്തിക്കുന്നില്ല. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ശ്രദ്ധിക്കുക. Where did you get your wife? Where did you get your husband? എവിടുന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും കിട്ടിയത്? When did you begin your family life? എവിടെയാണ് നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ തുടങ്ങിയത്? എപ്പോഴാ? When God gifted your husband or your wife right in front of a holy altar. ആണോ? ദൈവം നമുക്ക് ഒരു ഭാര്യയെയോ ഒരു ഭർത്താവിനെയോ തന്നത് എവിടെ വെച്ചാ? പരിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ വെച്ചാണ് തന്നത്, അല്ലേ? അങ്ങനെയാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് എവിടാ പോകേണ്ടത്? നമ്മൾ ഇതുമായി ഇത് തന്നവൻ്റെ അടുക്കലോട്ട് പോകണം. നമ്മൾക്ക് ഈ സമ്മാനം, ഈ പങ്കാളിയെ തന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ മൊബൈൽ വാങ്ങിയ കടയിൽ മൊബൈൽ നന്നാക്കാൻ കൊണ്ടുപോകുന്നത് പോലെ, മറ്റ് സാധനങ്ങൾ വാങ്ങിയിടത്ത് അതിൻ്റെ പരാതി പരിഹരിക്കാൻ കൊണ്ടുപോകുന്നത് പോലെ, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പോരായ്മകളെയും പ്രശ്നങ്ങളെയും നമ്മൾ എവിടെ കൊണ്ടുപോകണം? റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹോളി ഓൾട്ടർ, വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കൊണ്ടു ചെല്ലണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് തന്ന ആളിനോട് പറയണം, നീയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്, നീയാണ് എനിക്കിവളെ അല്ലെങ്കിൽ ഇവനെ കൈപിടിപ്പിച്ച് തന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് പുൾ ഓൺ ചെയ്യാൻ, ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ അല്പം പ്രയാസമുണ്ട്, നീ ഇത് പരിഹരിച്ചു തരണം. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് നീളെ മറ്റ് സഹായ കേന്ദ്രങ്ങൾ ഇന്ന് കൂണുപോലെ മുളയ്ക്കാൻ കാരണം. സഭയും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യേണ്ടി വരുന്നത് ഇതിനെ തന്നവൻ്റെ അടുക്കൽ പോകാനുള്ള ആളുകളുടെ വൈമുഖ്യം കൊണ്ടാണ്. ഓരോ കേസുകൾ കേൾക്കുമ്പോൾ എത്ര ചെറിയ ലാഘവമായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ തമ്മിൽ പിരിഞ്ഞിരിക്കാനുള്ള കാരണമെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഭവനത്തിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ നമ്മൾ എവിടെ പോകണം? ദൈവസന്നിധിയിൽ പോകുവാനായിട്ട് സാധിക്കണം. പ്രശ്നം നമ്മുടെ മാതാപിതാക്കളുടേതാണെങ്കിൽ അത് പറയണം, കുഞ്ഞുങ്ങളുടേതാണെങ്കിൽ അത് പറയണം, സ്പൗസസിൻ്റെതാണെങ്കിൽ അത് പറയണം. അങ്ങനെ പറഞ്ഞാൽ you will find God intervening in your life. ദൈവം ഇടപെടുന്നത് കാണാൻ സാധിക്കും. ഇതെങ്ങനെയുള്ള കുടുംബത്തിനെ ഒക്കത്തുള്ളൂ? ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് മാത്രമേ പ്രശ്നം എവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ? ക്രിസ്തുവിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് വേ ഇൻ വിച്ച് വി ഗ്രോ ഇൻ ടു ഹോളിനെസ്. ഇതാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് ഒരു കുടുംബമായി വളരാനുള്ള ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി, മേരി ആൻഡ് ജോസഫ് had the utmost desire to God's will in their life. നമ്മൾ ആദ്യം കണ്ടു, മറിയയ്ക്കും ജോസഫിനും ഏറ്റവും അദമ്യമായ ഒരു ആഗ്രഹമാണ് ഉള്ളൂ. അതെന്തിനു വേണ്ടിയാണ്? ദൈവഹിതം ചെയ്യണം. അതാണ്. Do we have that sort of desire in our lives? നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഈ ഒരു ആഗ്രഹമുണ്ടോ? ഏതാഗ്രഹം? ദൈവ ഇഷ്ടം. നമ്മൾ പാടും, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. ഇത് ഈ പാടിയ ഞാനും എന്നോട് ഏറ്റുപാടിയ നിങ്ങളും ഇതിൻ്റെ അർത്ഥം വല്ലതും അറിഞ്ഞുകൊണ്ടാണോ പാടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ഇഷ്ടമല്ലാതെ വേറൊരു ഇഷ്ടം ഞങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഈ ഒരു സ്റ്റബൺനെസ്, ശാഠ്യ മനോഭാവം, ഈ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ, ആഴമായ ആഗ്രഹം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവമേ തയ്യാറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു കാര്യം, ദൈവ ഇഷ്ടം ചെയ്യുന്നത് നമ്മുടെ മുൻഗണനയായി തീരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്ത്? മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. God will provide for us. എപ്പോൾ? When His will become our will. അവൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകുമ്പോൾ അവൻ നമ്മിൽ പ്രവർത്തിക്കും. ബാക്കിയെല്ലാം അതോടുകൂടെ അവൻ നമുക്ക് തരും. ദൈവ ഇഷ്ടം ചെയ്തവരാരും ജീവിതത്തിൽ ദൈവ ഇഷ്ടം ചെയ്യാൻ മുൻഗണന കൊടുത്ത ഒരാൾ പോലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. The way we live our family gives our family a name. ഞാനും നിങ്ങളും നയിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, നമ്മുടെ കുടുംബം കർത്താവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ആഗ്രഹം എത്രയുണ്ടെന്നുള്ളത് അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഒരു പേര് കിട്ടും. ഇന്ന് നമ്മൾ ധാരാളം മനോഹരമായ പേരുകൾ വേദപുസ്തകത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ കണ്ടുപിടിച്ച് വീടിൻ്റെ മുൻപിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് എഴുതി വച്ചാൽ കിട്ടുന്നതല്ല. It is not acquired. It is derived. It should be derived. ഇത് നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മൾ നേടിയെടുക്കേണ്ടതല്ല. എങ്ങനെ കിട്ടും? കർത്താവുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തോ തരുന്നത്? പേര് തരുന്നത് എന്നുള്ളത് മറക്കരുത്. നസറത്തിലെ കുടുംബം, ജോസഫ്, മേരി ആൻഡ് ജീസസ്, യോസഫും മറിയയും യേശുവും, അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്രിസ്തുവിലായിരുന്നു. Their focus was only to do God's will. Thus we call them holy family. അതുകൊണ്ടാണ് നമ്മൾ അവരെ വിശുദ്ധ കുടുംബം എന്ന് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഒന്ന് കണ്ണോടിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഒന്ന് ഹൃദയത്തിൽ തെളിഞ്ഞു വരട്ടെ. If in your family there is constant fight,
There is constant nagging, constant accusations, constant blame game, constant use of abusive language. Then call your family a marketplace. നമ്മുടെ കുടുംബങ്ങളിൽ നിരന്തരം അന്യോന്യം പോരടിക്കുകയും നിരന്തരം അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയും അസൂയപ്പെടുകയും അന്യോന്യം ശല്യപ്പെടുത്തുകയും അലട്ടുകയും അന്യോന്യം കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്ന കുടുംബമാണെങ്കിൽ ആ എന്തൊരു കുടുംബമാണ്? ആ കുടുംബത്തിൻ്റെ പേര് മാർക്കറ്റ് പ്ലേസ് എന്നാണ്. അതിന് മലയാളത്തിലൊരു വാക്കുണ്ട്, അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു നിമിഷം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാമോ? ഹാസ് അവർ ഫാമിലി ബിക്കം എ മാർക്കറ്റ് പ്ലേസ്? എൻ്റെ കുടുംബം ഒരു മാർക്കറ്റ് പ്ലേസായി അധപ്പതിച്ചിട്ടുണ്ടോ? If in your family there is dead silence, no one talk to each other, there is nothing to speak each other, there is always some kind of a cold war, enmity, no talk, no relationship, then call it maybe a cemetery. നമ്മുടെ കുടുംബങ്ങൾ, നമ്മൾ ഒരുപക്ഷെ ആത്മീയമായി ഔന്നത്യത്തിൽ നിൽക്കുന്നവരായിരിക്കും. ഞാൻ ആദ്യം ഒരു വാക്ക് ഉപയോഗിച്ചു, കുടുംബങ്ങളുടെ വീണ്ടെടുപ്പ്. ഇന്ന് ഒരുപാട് ആത്മീയക്കാരുടെ കുടുംബങ്ങൾ ഡെഡ് സൈലൻസ് ആണ്. ഒന്നും മിണ്ടാതെയും ഒന്നും പറയാതെയും ഒരുമിച്ചെങ്ങും പോകാതെയും ഒക്കെ കഴിയുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? സെമിട്രി. അവിടെ ആരും എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല, യാത്ര പോകുന്നില്ല, ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ കുടുംബങ്ങൾ സെമിത്തേരിയുടെ അനുഭവമാണോ? അടുത്തതായി, നമ്മുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം ഈസ് ഓൺലി ടു മേക്ക് മണി. പണമുണ്ടാക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾ, നാഥ ആണെങ്കിൽ, then maybe your family is a bank or stock exchange. പണത്തെക്കുറിച്ച് മാത്രം വിചാരപ്പെടുന്ന കുടുംബങ്ങളാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധ കുടുംബങ്ങളാണോ? പിന്നെന്താണ്? ബാങ്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും നമ്മുടെ വീടുകൾ ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ, ഭക്ഷണത്തിനും ഉറങ്ങാനും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിനെ നമുക്ക് ഒരു ഹോസ്റ്റൽ എന്ന് വിളിക്കാൻ പറ്റും. അതെന്തല്ല? കുടുംബമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. എൻ്റെ മെസ്സേജിൻ്റെ രണ്ടാം ഭാഗം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹൗ ആം ഐ മേക്കിംഗ് മൈ ഫാമിലി? ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ കെട്ടുപണി ചെയ്യുന്നത്? ഈസ് മൈ ഫാമിലി എ ഹോളി ഫാമിലി? എൻ്റെ കുടുംബം ഒരു വിശുദ്ധ കുടുംബം ആണോ? മൂന്നാമതായിട്ട്, the holy family of Nazareth was built on the sacrifices. ത്യാഗങ്ങളുടെ മേൽ കെട്ടിപ്പടുത്തതായിരുന്നു നസറത്തിലെ കുടുംബം. ത്യാഗം. ഇന്ന് നമുക്ക് അന്യം നിന്നുപോയൊരു വാക്കാണ് ത്യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ്. No one is willing to sacrifice anything. ആരും ഒന്നും ത്യജിക്കാൻ തയ്യാറല്ല.
എല്ലാം ആർജിക്കാൻ മാത്രം വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം. എന്നാൽ ഈ ത്യാഗത്തിനൊരു നല്ല നിർവചനം, ഒരു ഡെഫിനിഷൻ. There is anything valuable, there is sacrifice. എന്തെങ്കിലും വിലയുള്ളതുണ്ടെങ്കിൽ അതെന്തിൻ്റെ ഫലമാണ്? ത്യാഗത്തിൻ്റെ ഫലമാണ്. തിരിച്ചു പറഞ്ഞാൽ, വിലയുള്ളത് എന്തെങ്കിലും നേടണമെങ്കിൽ എന്തോ ചെയ്യണം? ത്യാഗം ചെയ്യണം. നമുക്കിതിന് നല്ല ഉദാഹരണം ജോസഫും മറിയയുമാണ്. How did they make their family a holy family? എങ്ങനെയാണ് അവരവരുടെ കുടുംബത്തെ വിശുദ്ധ കുടുംബമായി രൂപാന്തരപ്പെടുത്തിയത്? ജോസഫിൻ്റെ അനുഭവം നമുക്ക് എടുക്കാം. വളരെ മനോഹരമായൊരു വിവരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. യോസഫിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് he was a righteous man. അവൻ നീതിയുള്ളവനായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഈ ക്രിസ്മസ് സ്റ്റോറിയിൽ, ക്രിസ്മസ് സംഭവത്തിൽ ഒരു വാക്കുപോലും ഉരിയാടാത്തൊരു കഥാപാത്രം ആരാ? ജോസഫാണ്. He never uttered a single word. ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ without Joseph there is no Christmas story. ജോസഫ് ഇല്ലെങ്കിൽ ക്രിസ്മസ് സംഭവം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്താണ് ത്യാഗം? എന്താണ് നീതി? You don't have to be a man of big words to be a just man. ഞാനും നിങ്ങളും വലിയ വായിൽ വർത്തമാനം പറയണം എന്ന് ആവശ്യമില്ല. ആരാകാൻ? നീതിമാനും നീതിവതിയും ആകാൻ. നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഉറച്ചു പറയുന്നതാണ് ശരി, ഷൗട്ട് ചെയ്യുന്നതാണ് സത്യം. ജോസഫ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. You don't have to be a man or woman of big words to be a just man or woman. നീതിയുള്ളവരാകാൻ ഒത്തിരി ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. ഒത്തിരി ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. He was a man of silence. അവൻ നിശബ്ദനാണ്. ഒറ്റ അക്ഷരം ഉരിയാടിയിട്ടില്ല. എന്നിട്ടും സുവിശേഷം പറയുകയാണ്, ജോസഫ് നീതിമാനാകൊണ്ടും. ഇത്രയും ഉറക്കെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചോ, ഒരുപക്ഷെ എന്നോടൊപ്പമോ എന്നേക്കാൾ ഉപരിയോ ഉച്ചത്തിൽ പറയുന്ന നിങ്ങളോടോ കുറിച്ചോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? യു ആർ എ റൈച്ചിയസ് വുമൺ, യു ആർ എ റൈച്ചിയസ് മാൻ, യു ആർ എ റൈച്ചിയസ് പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. ജോസഫ് എങ്ങനെയാണ് നീതിമാനായത്? അവൻ്റെ പ്രവൃത്തി നമുക്കൊന്ന് നോക്കാം. Look at his action. Every action comes from attitude. ഓരോ പ്രവൃത്തിയും ഓരോ മനോഭാവത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. ഇവിടെ ജോസഫിനെ നമ്മൾ കാണുകയാണ്. അവൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറിയയുമായുള്ള വിവാഹം. നാളുകൾ എണ്ണി സ്വപ്നങ്ങൾ കണ്ട് കഴിയുകയാണ്. ഇപ്പോൾ അറിയുകയാണ്,
ഷീ ഈസ് വിത്ത് എ ചൈൽഡ്. അവളിൽ ആരുണ്ട്? അവളിലൊരു ശിശുവുണ്ട്. ജോസഫ് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. നീതിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഞാനോ, സത്യത്തിനും നീതിക്കും വേണ്ടി തെരുവിലിറങ്ങുന്ന നിങ്ങളോ, ഈ ഒരു സന്ദർഭത്തിൽ എന്ത് തീരുമാനമെടുക്കും? ആദ്യം ജോസഫ് ചിന്തിക്കുകയാണ്, ഗൂഢമായി മറിയയെ ഉപേക്ഷിക്കാം. എന്നാൽ പിന്നീട് ആ തീരുമാനം അവൻ മാറ്റി. അതെന്താണ്? അവൻ്റെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് എന്തുവായിരുന്നു? ആരും അറിയാതെ ഇവളെ അങ്ങ് ഉപേക്ഷിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ആറ്റിറ്റ്യൂഡ് മാറ്റി. ഇപ്പോൾ ജോസഫ് പറയുകയാണ്, യെസ്, സംതിങ് ഹാസ് ഹാപ്പൻഡ് which I do not understand. എന്തൊക്കെയോ സംഭവിച്ചു, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സന്ദർഭത്തിൽ ജോസഫിന് ചെയ്യാവുന്ന 4 കാര്യങ്ങളുണ്ട് യഹൂദ നിയമം അനുസരിച്ച്. Possibly he can do 4 things. Number 1, മറിയെ ഒരു പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയയാക്കാം. ഒരു പരസ്യ വിചാരണയ്ക്ക് മറിയെ വിധേയയാക്കാം. He can put her to shame. അവളെ വല്ലാതെ നാണം കെടുത്താം, അപമാനിതയാക്കാം. 3, അപവാദങ്ങൾ പറഞ്ഞു വരുത്താം. He can accuse her. 4, he can ask the authority to stone her to death. മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവളെ വിട്ടുകൊടുക്കാം. പരസ്യ വിചാരണയ്ക്ക് കൊടുക്കാം, അപമാനിതയാക്കാം, ആരോപണങ്ങൾ ഉന്നയിക്കാം, കല്ലെറിഞ്ഞു കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കാം. But Joseph said, no, I will not cause pain to Mary. ഇല്ല, ഞാൻ ഒരിക്കലും മറിയയ്ക്ക് വേദന സൃഷ്ടിക്കുകയില്ല. ഞാൻ ഒരിക്കലും മറിയയ്ക്ക് വേദന സൃഷ്ടിക്കുകയില്ല. തെറ്റാരുടേതാണ്? മറിയയുടേതാണ്. പറയുന്നത് ആരാണ്? ജോസഫാണ്. I won't be the reason for Mary's tears. ഞാൻ മറിയയുടെ കണ്ണുനീരിന് കാരണക്കാരൻ ആവുകയില്ല. I will leave her in secret and go away. ആരും അറിയാതെ ഉപേക്ഷിച്ച് ഞാൻ പോകും. Let people think that I have caused this. ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് ആളുകൾ വിചാരിച്ചോട്ടെ. കാരണം ജോസഫ് ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആരുടെ മേൽ വരും? ജോസഫിൻ്റെ മേൽ വരും. അവൻ പറയുകയാണ്, let the people blame me, but I don't want to put Mary in trouble. മറിയെ ഒരിക്കലും ഞാൻ അപവാദത്തിന് വിട്ടുകൊടുക്കുകയില്ല. അവളുടെ കണ്ണുനീരിന് ഞാൻ കാരണക്കാരൻ ആവുകയില്ല. എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, എത്ര സഹോദരിമാർക്ക് പറയാൻ സാധിക്കും ഈ വാക്കുകൾ? ഡു യു ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്? ഈ മനോഭാവം നിങ്ങൾക്കുണ്ടോ? I will not cause pain to my husband, whatever may be the reason. എന്ത് കാരണം കൊണ്ടാണെങ്കിലും എൻ്റെ ഭർത്താവിന് ഞാൻ കണ്ണുനീർ സമ്മാനിക്കുകയില്ല. I will not cause pain to my children.
I will not cause pain to my in-laws. I will not cause pain to my neighbors, to my fellow beings. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഞാൻ കണ്ണുനീർ സമ്മാനിക്കത്തില്ല. അത് വസ്തുതർക്കമായാലും അതിരുതർക്കമായാലും സമ്പത്തിൻ്റെ തർക്കമായാലും ഞാൻ കാരണമാകത്തില്ല. തീർത്ഥം ഹോളിൽ പരിശുദ്ധിയുടെ നടുവിൽ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു ഉറപ്പ് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അതോ ഈ രാവിലെ നമ്മൾ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ടപ്പുറത്തെ ഗേറ്റിങ്കിൽ നിന്ന് സഹോദരിക്ക് മുഖം തിരിഞ്ഞ് തീർത്ഥത്തിൽ വന്നെങ്കിൽ വെറുതെ സമയം നമ്മൾ കളയുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എതിരെ വന്ന സഹോദരനെ കണ്ടിട്ട് മുഖം വെട്ടിച്ച് കടന്നു വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അയൽക്കാരൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറാൻ, സ്വന്തം അനിയൻ്റെ വീട്ടിലോട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറാൻ ഒരു അല്പം വളച്ചെടുക്കാൻ അനുവദിക്കാതെ ഇവിടെ വന്ന് പ്രസംഗം കേട്ടാൽ we are causing tears to many. This is the irony of the gospel. This is the irony of the disciples today. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. ജോസഫ് പറയുകയാണ്, എൻ്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചവളാണെങ്കിലും ഞാൻ അവൾക്ക് കണ്ണുനീർ സമ്മാനിക്കത്തില്ല. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാനിവിടെ നിന്നിത് പറയുമ്പോൾ എന്നോടും കൂടെയാണ് ഞാൻ പറയുന്നത്. മറ്റൊരാൾക്ക് കണ്ണുനീർ സമ്മാനിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സാധിച്ചാൽ നമുക്ക് ആരുടെ മനോഭാവമുണ്ട്? ജോസഫിൻ്റെ മനോഭാവം. ഇത് സാധിക്കണമെങ്കിൽ നമ്മളിൽ എന്തോ വേണം? ജസ്റ്റിസ്, റൈച്ചസ്നെസ്, നീതി വേണം, ന്യായം വേണം. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ജീവിതവും കുടുംബജീവിതവും ആത്മീയ ജീവിതവും ഇഴപിരിക്കാനാവാതെ വണ്ണം ദൈവനീതിയോട് പിണഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. So often we cause pain to others. Unjust pain. വളരെ നിർദ്ദയമായ വേദനയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ നിസ്സംഗത കൊണ്ടാകാം, നമ്മുടെ അഹങ്കാരം കൊണ്ടാകാം, നമ്മുടെ വാക്കുകൾ കൊണ്ടാവാം. എങ്ങനെയാണെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. രണ്ടാമത് ജോസഫിൽ നിന്നുണ്ടാകുന്ന നീതിപ്രവൃത്തി, അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കാരണം, നേരത്തെ ജോസഫ് ഒരു തീരുമാനം എടുത്തു. എന്ത്? രഹസ്യത്തിൽ ഇവളെ ഉപേക്ഷിക്കുക. എന്നാൽ സ്വപ്നത്തിൽ ദൈവം ദൂതനിലൂടെ അവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ തീരുമാനം മാറ്റി. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കും. വളരെ ആലോചിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ നമ്മളുടെ തീരുമാനങ്ങളുടെ മേൽ ചിലപ്പോഴെങ്കിലും ദൈവം ഒരു വാക്ക് പറയും. ത്രൂ ഇന്നർ ഇൻസ്പിറേഷൻ നമുക്കത് മനസ്സിലാകും. അകത്തു നിന്നുള്ളൊരു പ്രചോദനം കൊണ്ട് നമുക്കത് മനസ്സിലാകും. God speaks to us. Are we ready to change our decision? ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് എത്ര തീരുമാനങ്ങൾ നമ്മൾ നാളിതുവരെ മാറ്റിയിട്ടുണ്ട്. നമ്മളെടുത്ത തീരുമാനം നമ്മുടെ സഹോദരനോ സഹോദരിക്കോ അയൽക്കാർക്കോ സഹവിശ്വാസിക്കോ ദൈവാലയത്തിനോ എതിരാണെന്ന് ദൈവം ഉള്ളിലിരുന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് മാറ്റാൻ മനസ്സ് കാട്ടിയിട്ടുണ്ടോ? നമ്മുടെ ഇടയിലൊക്കെയുള്ള ലിറ്റിഗേഷൻസ് എന്തോരം കേസസ് ആണ്. ഇതൊക്കെ ദൈവം ഉള്ളിലിരുന്ന് പറയുന്നത് കേൾക്കാൻ നമ്മൾ മടി കാട്ടുന്നത് കൊണ്ടാണ് എന്നൊരിക്കലും മറന്നു പോകരുത്.
when God speaks to us, are we ready to change our decision for the greater glory of God? എന്തിനാ തീരുമാനം മാറ്റുന്നത്? നമുക്ക് വേണ്ടി മാത്രമാണോ? അല്ല, ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനു വേണ്ടിയാണ്. ജോസഫ് ഈ തീരുമാനം മാറ്റിയത് കൊണ്ടാണ് അവനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ദി earthly father ഓഫ് ജീസസ്. ഈ ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ പിതാവ് എന്നവനെ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾക്കൊക്കെ ഇന്നൊരുപാട് അനാവശ്യ പേരുകളുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ്, ദൈവം പറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞാൽ തിരുത്താനുള്ളൊരു വിനയം, വിവേകം, അതുണ്ടായാൽ ഏറെ നന്നായിരിക്കും. ജോസഫ് നീതിമാനായ മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ആരായി ജീവിക്കണം? നീതിയുള്ളവരായി ജീവിക്കണം. നീതിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ കുറേ നിമിഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Now I wish to look at Mary. മറിയയെ കൂടെ നമുക്കൊന്ന് അല്പം ശ്രദ്ധിക്കാം. മറിയയുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വേദന എന്താണ്? They lost their son Jesus in Jerusalem temple. അവരുടെ പുത്രനെ എവിടെ കളഞ്ഞുപോയി? യെരുശലേം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു. മറിയയും ജോസഫും എന്തുമാത്രം ഭയവിഹ്വലരായി തീർന്നു, ആശങ്കാകുലരായി തീർന്നു. But they did not accuse each other. അവർ അന്യോന്യം ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. They did not fight each other. You are the reason. It is because of you. നീയാണ് കൊച്ചനെ കാണാതെ പോയതിൻ്റെ കാരണം. ജോസഫ് മറിയയോടും പറഞ്ഞില്ല, മറിയ ജോസഫിനോടും പറഞ്ഞില്ല. നീയാണ് കാരണക്കാരി എന്ന് പറഞ്ഞില്ല, നീയാണ് കാരണക്കാരനെന്നും പറഞ്ഞില്ല. There was no such accusation. അങ്ങനെയുള്ള ഒരു ആരോപണവുമില്ല. പകരം നമ്മൾ വായിക്കുന്നു, they both came to Jerusalem in search of Jesus and they found Jesus in the temple. അവർ രണ്ടുപേരും കൂടെ തിരിച്ചു വന്നു. ആരെ അന്വേഷിച്ച്? നിന്നെയല്ലേ ഏൽപ്പിച്ചത്, നീ പോയി നോക്കിയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം പറഞ്ഞില്ല. രണ്ടുപേരും കൂടെ പോയി. When they met Jesus in the temple, what did Mary say to Jesus? യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ മറിയ എന്തു പറഞ്ഞു യേശുവിനോട്? 2-ാം അധ്യായം 48-ാം വാക്യം, ലൂക്കോസ്. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞുവെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയ വേദവാക്യത്തിൽ, അമ്മ അവനോട്, മകനെ, എന്നോട് നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്നാണോ അവിടെ എഴുതിയേക്കുന്നത്? പിന്നെന്താ? ഞങ്ങളോട് നീ ഇങ്ങനെ ചെയ്തത് എന്ത്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്, കൂട്ടുത്തരവാദിത്തമാണ്. പിന്നെ ശരിക്കും വേവലാതിപ്പെട്ട് നെഞ്ചത്തടിച്ച് മുമ്പിൽ ഓടിയത് ആരായിരിക്കും? മറിയയായിരിക്കും. പക്ഷെ മറിയ അടുത്ത് പറയുന്ന വാക്ക് നോക്കിക്കേ, നിന്റെ അപ്പനും ഞാനും. ഞാനും നിന്റെ അപ്പനും എന്നാണോ? അല്ല, നിന്റെ അപ്പനും ഞാനും നിന്നെ തിരഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും വ്യസനിച്ചു. കുഞ്ഞുങ്ങളുടെ നഷ്ടപ്പെടലിൽ വ്യസനം ഒരാളുടേത് മാത്രമാണോ? അല്ല.
രണ്ടുപേരുടേതുമായിരിക്കണം. ആ കുടുംബമേ ഏത് കുടുംബമാകത്തുള്ളൂ? വിശുദ്ധ കുടുംബം ആകത്തുള്ളൂ. ഒറ്റ സെന്റൻസിൽ മറിയയുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം വ്യക്തമാവുകയാണ്. ആക്ഷൻസ് കംസ് ഔട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്. പ്രവൃത്തി എവിടുന്ന് വരുന്നു? മനോഭാവത്തിൽ നിന്ന് വരുന്നു. വേർഡ്സ് കംസ് ഔട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്. വാക്കുകൾ എന്തിൽ നിന്ന് വരുന്നു? മനോഭാവത്തിൽ നിന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകളെയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? നമ്മുടെ വാക്കുകളെയൊക്കെ നമ്മളൊന്ന് തൂക്കി നോക്കണ്ടേ? ഇതെവിടുന്ന് വരുന്നതാ? മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ്. മനോഭാവം നന്നായെങ്കിലേ വാക്കുകൾ നന്നാവുകയുള്ളൂ എന്നുള്ളത് നാം മറന്നു പോകരുത്. മറിയയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇവിടെ? എന്താ പറയുന്നത്? അവൾ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നെ അന്വേഷിച്ചു വന്നു, നിന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു എന്നോ ഐ ആൻഡ് യുവർ ഫാദർ എന്നോ അല്ല പറഞ്ഞത്. വി, ഞങ്ങൾ എന്നാണ് പറയുന്നത്. യുവർ ഫാദർ ആൻഡ് ഐ, നിന്റെ അപ്പനും ഞാനും. മറിയ എല്ലായ്പ്പോഴും തൻ്റെ ഭർത്താവിന് ബഹുമാനം കൊടുത്ത ഒരു സ്ത്രീ ആയിരുന്നു. Mary would have been a woman always give the respect and honor to her husband Joseph. Respected and honored. നമ്മുടെയൊക്കെ ഇടയിൽ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണെങ്കിലും അതിനകത്തെന്തും കൂടെ വേണം? ഒരു ബഹുമാനഭാവം കൂടെ രണ്ടിടത്തോട്ടും വേണം. ഒരു ബഹുമാനഭാവം കൂടെ വേണം. ഇവിടെ മറിയ ശരിക്കും പറഞ്ഞാൽ ഒരുപടി മുകളിലാണ്. കാര്യം എന്താ? ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച സ്ത്രീയാണ്. ഒരല്പം മേൽക്കോയ്മ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. Though she is a privileged one, she had the respect which is due to her husband. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെങ്കിലും മറ്റുള്ളവർക്ക് അർഹിക്കുന്ന ബഹുമാനം നമ്മൾ കൊടുക്കണം. കുടുംബത്തിലും കൊടുക്കണം, പുറത്തും കൊടുക്കണം. ഇന്ന് അന്യോന്യം ബഹുമാനിക്കാൻ മടി കാട്ടുന്ന ഒരു തലമുറയാണ്. അതിൻ്റെ ഒരുപാട് പോരായ്മകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, വീണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. ഡു വി റെസ്പെക്റ്റ് അതേഴ്സ്? നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ? റെസ്പെക്റ്റ്, റീസ്പെക്റ്റ് പിരിച്ചെഴുതുമ്പോൾ അങ്ങനെയാണ്. വീണ്ടും കാണുക, വീണ്ടും നോക്കുക. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കാൻ വന്ന ആളുകൾ മാത്രമാണെന്ന് ഞാൻ കരുതിയാൽ എന്നെപ്പോലൊരു മണ്ടൻ വേറെ ആരാവുള്ളേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് എന്തുണ്ടാകണം? ബഹുമാനം ഉണ്ടാവണം. ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും കാണണം. റീസ്പെക്റ്റ്. കുടുംബങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടാൽ, നോക്കിയാൽ ബഹുമാനം വർദ്ധിക്കും. മറക്കരുത്. വൈഫ്സ്, ഡു യു റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്സ്? ഹസ്ബൻഡ്സ്, ഡു യു റെസ്പെക്റ്റ് യുവർ വൈഫ്സ്? ലെറ്റ് us learn to respect each other. അന്യോന്യം ബഹുമാനിക്കാൻ നമുക്ക് പഠിക്കണം. നമ്മൾ ബഹുമാനിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾ നമ്മളെയും അവർ തമ്മിലും ബഹുമാനിക്കത്തുള്ളൂ. നമുക്കില്ലാത്തതൊന്നും ആർക്കും കൊടുക്കാൻ സാധിക്കത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. നല്ല മരത്തിൽ നിന്ന് എന്തോ കിട്ടത്തുള്ളൂ? നല്ല പഴം കിട്ടത്തുള്ളൂ. മുള്ളിൽ നിന്ന് മുള്ളേ കിട്ടത്തുള്ളൂ.
മുള്ളിൽ നിന്ന് ആപ്പിൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദുര്യോഗമാണ്. മുള്ളിൽ നിന്നും ആപ്പിൾ ഉണ്ടാകുവാൻ എത്ര പ്രാർത്ഥിച്ചാലും ഉണ്ടാകുമോ? ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആപ്പിളാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളാരാ? മുള്ളും ഞെരിഞ്ഞിലുമാണ്. എല്ലാവരുമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഐ എം നോട്ട് ജനറലൈസിങ്. ഫോർഗീവ് മീ ഫോർ മേക്കിംഗ് സച്ച് എ സ്റ്റേറ്റ്മെന്റ്. ലെറ്റ് us build our family. നമുക്ക് നമ്മുടെ കുടുംബം പണിയണം. നമ്മുടെ ആത്മീയ കൂട്ടങ്ങളുടെ ആഴം വർദ്ധിക്കണമെങ്കിൽ, നമ്മുടെ സഭയുടെ അടുത്തൂൺ ഉറപ്പിക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ കുടുംബങ്ങളെ പണിയണം. കുടുംബങ്ങളെ പണിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയിരിക്കുന്നു? നമുക്ക് ഒരു ശോധന ചെയ്യാം. ദൈവമേ, നിന്റെ നാമത്തിൽ എല്ലായിടത്തും ഓടി നടക്കുന്ന എൻ്റെ കുടുംബം ഒരു വിശുദ്ധ കുടുംബമാണോ? വിശുദ്ധ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നവരെ കുറിച്ച് ഞങ്ങൾ 1 മണിക്കൂറോളം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾ നന്നാവാനുണ്ടെന്ന് നീ ഞങ്ങളോട് സംസാരിച്ചു. നിന്റെ സംസാരം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും പ്രവൃത്തിയിൽ കാണിക്കുവാനും വരുന്ന നാളുകളിൽ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നസ്രത്തിലെ കുടുംബത്തെ മാതൃകയാക്കി നമ്മുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാം, അത് പറയാനാണ് ഞാൻ ഇത്രയും സമയം ശ്രമിച്ചുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് ലെറ്റ് us have an introspection. നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഒന്ന് നോക്കാം. നമ്മുടെ ഹൃദയത്തിലോട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. എവിടെയാണ് പോരായ്മയുള്ളത്? എവിടെയാണ് ഞാൻ അല്പം കൂടെ മെച്ചപ്പെടേണ്ടത്? എവിടെയാണ് എൻ്റെ കുടുംബം അല്പം കൂടെ നന്നാവേണ്ടത്? എവിടെയാണ് എനിക്ക് മറ്റുള്ളവരോട് അല്പം കൂടെ ബഹുമാനം തോന്നേണ്ടത്? എൻ്റെ വാക്കുകൾ എൻ്റെ മനോഭാവമാണോ? എൻ്റെ ശരിയായ മനോഭാവത്തിൽ നിന്നാണോ എൻ്റെ വാക്കുകൾ വരുന്നത്? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയാവണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഏത് കുടുംബത്തോട് ചേർന്ന് നിൽക്കും? നസ്രത്തിലെ കുടുംബത്തോട് ചേർന്ന് നിൽക്കും. ഹോളി ഫാമിലീസ് ആഫ്റ്റർ ദ മോഡൽ ഓഫ് ഹോളി ഫാമിലി ഓഫ് നാസറത്ത്. എല്ലാ കുടുംബങ്ങളും വിശുദ്ധിയുള്ള കുടുംബങ്ങളാകുമ്പോൾ നമ്മൾ നസ്രത്തിലെ വിശുദ്ധ കുടുംബത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടവകയിൽ വർദ്ധിക്കുമ്പോൾ, സഭയിൽ വർദ്ധിക്കുമ്പോൾ, സഭ എന്തായിട്ട് മാറും? സഭ ഒരു വലിയ വിശുദ്ധ കൂട്ടായ്മയായിട്ട് മാറും. അതിനുവേണ്ടിയാണ് ഈ നാളുകളിൽ നാം ഒരുങ്ങേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കുടുംബത്തിൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് വയ്ക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ചെരുപ്പുകൾ അഴിച്ചു വച്ചിട്ട് മാത്രം പ്രവേശിക്കാൻ ഉതകുന്ന വിശുദ്ധി എൻ്റെ കുടുംബത്തിനും എൻ്റെ വീടിനും എന്നാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.